തളിക്കുളം പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനം സ്വാമി വിവേകാനന്ദ നഗറിൽ നടത്തി. ഹിന്ദു ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരി ശശികല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. എന്തുകൊണ്ടും രാഷ്ട്രത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതുപോലുള്ള സമ്മേളനങ്ങൾ വേണം. രാഷ്ട്രീയ സ്വയംസേവക സംഘം പോലൊരു സംഘടന, കാരണം അതുപോലൊരു സംഘടന എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും സാന്നിധ്യമുള്ള ഒരു സംഘടന, ലോകത്തെ ഏറ്റവും വലിയ സാംസ്കാരിക സന്നദ്ധ സംഘടന. അതിലുപരിയായി ഭാരതത്തിലേക്ക് കടന്നാൽ ഇന്ത്യൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് അല്ല, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഒരുപാട് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഒക്കെ ഒരുമിച്ച് നിന്ന് പ്രണാം ചെയ്യുന്ന പരമപവിത്ര ഭഗവത് ധ്വജത്തിൻ്റെ കീഴിൽ സംഘടിക്കുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന സംഘടന. അതിൻ്റെ ശതാബ്ദി എത്ര കളർഫുള്ളായിട്ട് ആഘോഷിക്കാം. കാരണം ഇത്രയും മഹിമയുണ്ട്, ഇപ്പോൾ ഇത്രയും മഹാരഥന്മാരൊക്കെ ഉണ്ട്, ഇത്രയും സ്വാധീനം ഭാരതത്തിലുണ്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ കളർഫുള്ളായിട്ട് നമുക്ക് ശതാബ്ദി ആഘോഷിക്കാം. പക്ഷെ കളർഫുൾ ആഘോഷങ്ങളല്ല സംഘടന ആഗ്രഹിക്കുന്നത്, അതല്ല സംഘടിപ്പിച്ചിരിക്കുന്നത്. മറിച്ച് നമുക്ക് ഇതുപോലുള്ള സമ്മേളനങ്ങൾ നടക്കണം. എന്തുകൊണ്ടാണ്? ഭാരത സ്വാതന്ത്ര്യ സമരം അതിശക്തമായി മുന്നോട്ട് പോകുമ്പോൾ, സ്വാതന്ത്ര്യം നമുക്ക് ഒരു 1000 വർഷം സ്വാതന്ത്ര്യം എന്തെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. വിദേശികളുടെ ചവിട്ടും തൊഴിയും നമ്മൾ സഹിച്ചു. അവസാനം കൊടഞ്ഞെറിഞ്ഞേ പറ്റൂ എന്ന നിലയിൽ അതിശക്തമായ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ 100 പ്രശ്നങ്ങൾ ഭാരതീയ ജനതയ്ക്കിടയിലുണ്ട്. അപ്പം കേവലം ഭരണാധികാരികൾ മാറിയത് കൊണ്ട് മാത്രം ഈ പ്രശ്നമൊക്കെ മാറും ചിലരെങ്കിലും ചിന്തിച്ചു. വെള്ളക്കാർ രേഖാമൂലം ഭരണം കറുത്ത കൈകളിലേക്കോ, അല്ലെങ്കിൽ ചിലരൊക്കെ പറഞ്ഞ മാതിരി വെള്ളക്കാരിൽ നിന്ന് കൊള്ളക്കാരിലേക്ക് അധികാരം മാറി എന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ട്? അതോ നമ്മൾ എന്തിനാണ് സ്വാതന്ത്ര്യം നേടുന്നത്? നാടിൻ്റെ സ്വന്തമായ തന്ത്രത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകണം. സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ സ്വന്തമായ തന്ത്രമാണ്, അതിലൂടെ മുന്നോട്ട് പോകണം. അങ്ങനെ പോകണമെങ്കിൽ നമ്മൾ സ്വാഭിമാനമുള്ളവരാണ്. 1000 വർഷത്തെ അടിമത്തം ആ സ്വാഭിമാന ബോധം നശിപ്പിച്ചിട്ടുണ്ടോ നമ്മൾ? തൃപ്പയാർ കപിലാശ്രമം മഠാധിപതി തേജസ് സ്വരൂപാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ജനറൽ കൺവീനർ കൃഷ്ണകുമാർ, ഡോക്ടർ NR ബാലകൃഷ്ണൻ, ഗോപാലകൃഷ്ണൻ V, ബൈജു മാസ്റ്റർ, AB ജയപ്രകാശൻ, ജീനോ പൊയ്യാറ, പ്രതാപൻ കളത്തിൽ, മഹേഷ് V, ബാലൻ ആപ്പറമ്പത്ത്, KV മഞ്ജുഷ്, ബിന്നി അറയ്ക്കൽ, CP പവിത്രൻ, സന്ദീപ് ഉണ്ണികൃഷ്ണൻ കുന്നത്ത്, സജീവൻ ബ്ലാങ്ങാട്ട്, അനിൽകുമാർ ആലുങ്ങൽ, സന്തോഷ് കരുവത്ത്, ജിഗ്ലേഷ് KK എന്നിവർ സംസാരിച്ചു.